ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ കുക്കറിൻ്റെ സൈറനൊക്കെ മുഴങ്ങുന്ന കേട്ടോ. അപ്പോൾ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ചായയ്ക്ക് പാലും വെള്ളം കൂടെ ഒരുമിച്ചാണ്. തേയിലപ്പൊടി ഇട്ട് പഞ്ചസാര എല്ലാം ഇട്ട് അതവിടെ തിളയ്ക്കാറായിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പം ഇഡലി ഇങ്ങനെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ. എന്നിട്ട് ഇനിയും കൊച്ചിന് കുടിക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കണം. ഇന്നലെ റിൻഡി ചോദിച്ചായിരുന്നു, ചേച്ചി നാളെ ഇഡലിയാണെന്ന്. കാരണം ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയില്ലേ, അത് കണ്ടിട്ട് ചോദിച്ചു, ചേച്ചി നാളെ ഇഡലിയാണെന്ന്. അപ്പോൾ ഇനിയും ദോശയും കൂടെ ഉണ്ടാക്കട്ടെ. ഇന്നലെ റിൻഡി ചോദിച്ചായിരുന്നു, ചേച്ചിയെ നാളെ ഇഡലിയാണോന്ന്. കാരണം സാമ്പാർ കണ്ടില്ലായിരുന്നോ, അതുകൊണ്ട്. സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മിക്കവാറും ഞാൻ ഇഡലിയോ ദോശയായിരിക്കും. അപ്പം നമുക്ക് ടെൻഷൻ ഇല്ല. രാവിലെ ഇച്ചിരി മാവ് അരച്ച് വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് ടെൻഷൻ ഇല്ല, പെട്ടെന്ന് ടിഫിൻ ഉണ്ടാക്കാം. അല്ലാത്ത സമയത്താണ് നമുക്ക് എന്തോ ടിഫിൻ കൊടുക്കണമെന്നല്ല. അപ്പോൾ ബ്രെഡും കൊണ്ടുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് വീണ്ടും ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞു 2 ദിവസം കൂടെ കഴിഞ്ഞ് ഉണ്ടാക്കാമെന്ന്. ഇഷ്ടപ്പെട്ടത് പിന്നെ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്കത് ഒത്തിരി മെനക്കേട് പരിപാടിയുള്ളതല്ല. എന്താ അതിനൊരു പേര് പറയുന്നത്, ഞാൻ ബ്രെഡ് മസാല ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ. പക്ഷേ അതിൻ്റെ ഒരു ഇച്ചിരി ഒരു മെത്തേഡ് ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡലിയാണ് കിട്ടിയത്. അപ്പം ഞാനതിങ്ങനെ കട്ട് ചെയ്തിട്ട്, ഇതിപ്പം പോളാ പറഞ്ഞത് മമ്മി, അങ്ങനെ കൊച്ചു ഇഡലി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മമ്മി മസാല ഇഡലി ഉണ്ടാക്കുക, അതാണ് നല്ലത്. കാരണം അതിൽ നേരെ കുറേയും കൂടെ മസാലയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസാല ഇഡലി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അവർക്ക് 5-10 ഇഡലിക്ക് വേണ്ടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച്, 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട്, ഞാൻ കറിവേപ്പില നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നോണ്ട് ഞാൻ അങ്ങ് തീ ഓഫാക്കി. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പം നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ 1 ടീസ്പൂൺ, എത്ര ഇഡലി ഉണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, എന്നിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും. നമ്മൾ ഇഡലിക്കകത്ത് ഇട്ടു എങ്കിലും ഈ മസാല ഇഡലി ഉണ്ടാക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തീ ഓണല്ല കേട്ടോ, ഓഫാണ്. അതുപോലെ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് ഇഡലിക്ക് നല്ലൊരു കളർ കിട്ടുന്നത്. അല്ലാത്ത നമ്മുടെ എരിവൻ മുളക് പൊടിയാണെങ്കിൽ അത്രയും കളർ കിട്ടത്തില്ല. എന്നിട്ട് ആദ്യം ഇളക്കരുത്, ഇങ്ങനെ കുടഞ്ഞ് എല്ലാ ബ്രെഡിലും മസാല പിടിക്കത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ സ്പൂണും കൊണ്ടിങ്ങനെ മസാല പിടിക്കാത്ത ഇഡലികളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. നല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പിള്ളേർക്ക് പിന്നെ കറിയുടെ ഒരു ആവശ്യം. ഞാൻ പിന്നെ ഇതിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അഥവാ മുളക് എങ്ങനെ അവർക്ക് മസാലയ്ക്ക് കൂടുതലായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ഈ 2 പേർക്കും ഞാൻ ഇനി അവരുടെ ടിഫിനിലോട്ടാക്കട്ടെ. ചായ റെഡി ആയായിരുന്നു. ഇവരുടെ ടിഫിൻ ഒന്ന് എടുത്ത് വെച്ചിട്ട് 2 പേർക്കും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചായ എടുക്കുന്നത്. ഇവരുടെ ടിഫിനൊക്കെ ഒഴുതിങ്ങിയിട്ടേ നമുക്കൊരിത്തിരി സമാധാനമുള്ളൂ. അപ്പോൾ ഇനി ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അന്നേരം ഞാനും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെടുത്തു. ഞാൻ അന്നേരം ഒന്നും കഴിച്ചില്ല, കുറച്ച് നേരം കഴിഞ്ഞ്, ഒത്തിരി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുന്ന് ഇപ്പം പിള്ളേർ രാവിലെ കഴിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത അംഗം എന്ന് പറഞ്ഞാൽ അടുക്കള മൊത്തത്തിൽ ഇല്ലേ കരിമ്പങ്കാട്ടിൽ ആന കയറിയതുപോലാണ്. മൊത്തവും വാലി വരിച്ച് കിടക്കുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒതുക്കണം. ആദ്യം ഡാഡിയുടെ
കുടിക്കാനുള്ള ബോട്ടിൽ അവിടെ കൊണ്ടുവച്ചായിരുന്നു. അതിൽ വെള്ളം നിറച്ചു. എന്നിട്ട് ബാക്കി ക്യാനിലൊക്കെ വെള്ളം നിറച്ച്, അപ്പം വെള്ളം ഇങ്ങനെ നിറയ്ക്കുന്ന വഴിയിൽ ചരുവത്തി വീണ്ടും അധികം ഉണ്ടെങ്കിൽ അന്നേരം എല്ലാവരുടെയും ബോട്ടിലുകളിൽ അങ്ങ് പോയി നിറയ്ക്കും. എന്നിട്ട് ക്യാൻ മൊത്തം നിറച്ച് വെച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ വെക്കണം. അപ്പം ക്യാൻ വേറെ 2 വലിയ ചരുവോ ഒരു കൊച്ചു ചരുവത്തിലുമാണ് വെള്ളം ഒഴിയാനെത്തുന്നത്. അത്രയും വെള്ളം എല്ലാവരും കുടിക്കും. എന്നിട്ട് പിന്നെ കിച്ചൻ്റെ സ്ലാബ് മൊത്തം ഒന്ന് തുടച്ചെടുക്കണം. പാത്രങ്ങൾ നമ്മുടെ ആ വാഷ് ബേസിൻ മൊത്തത്തിൽ സിങ്ക് നിറച്ചും വാഷ് ബേസിൻ പോട്ട സിങ്ക് നിറച്ചും പാത്രങ്ങളാണ്. അപ്പോൾ കഞ്ഞിക്ക് അങ്ങോട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനും വെക്കണം, കുടിക്കാൻ വെള്ളം വെക്കണം. ബോട്ടിലുകളിലെല്ലാം വെള്ളം നിറച്ചു. ഇനിയും കഞ്ഞിക്കും വെള്ളം വെച്ച് കുടിക്കാനൂടെ വെള്ളം വെച്ചിട്ട് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് മസാല ഉണ്ടാക്കട്ടെ, കടല മസാല. അപ്പം കടല മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി കടുകും ഇച്ചിരി ജീരകവും ഇട്ടായിരുന്നേ. അത് കഴിഞ്ഞ് സവാള, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു 2-3 വിസിലടിച്ച് ഇത്തിരി വേവുള്ള കടലയായിരുന്നു. ഇതിലേക്ക് 2 ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇത്തിരി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഇച്ചിരി ഉപ്പിട്ടൊന്ന് സവാള ഇതിലൊക്കെ ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഈ കടല മസാല നമുക്ക് ചപ്പാത്തിയോടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇവന്മാർ ഞാൻ ഇന്നൊരു വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇച്ചിരി നമ്മുടെ വറുത്ത തേങ്ങയൊക്കെ തിരക്കുന്നുണ്ട്. അത് അരച്ച് ചേർക്കുകയാണെങ്കിൽ ഇവന്മാർക്കില്ല ടേസ്റ്റ് പിടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് അരച്ച് ചേർത്തില്ല. ഞാനിതിലിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂണേ മല്ലിപ്പൊടി ഇട്ടുള്ളൂ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വറുത്ത തേങ്ങ ഉണ്ടെന്ന്, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് അതിൽ പിന്നെ ഇച്ചിരി ഒരു 3/4 ടീസ്പൂൺ 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ. എന്നിട്ട് അതൊന്ന് നന്നായി മൂപ്പിച്ചിട്ട് വെന്ത കടല അങ്ങ് ഒത്തിരി വെന്തിട്ടില്ല. കടല ഇതിലിട്ടിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറേയും കൂടെ ചെറിയ തീയിൽ അവിടെ മസാലയൊക്കെ കിടന്നൊന്ന് വേവത്തക്ക വിധത്തിൽ അങ്ങ് നന്നായിട്ട് കുഴഞ്ഞ് മസാല കിട്ടണമെങ്കിൽ ആ കടല ഒന്ന് ഇച്ചിരി നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഈ മസാലകളെല്ലാം കൂടെ ഇട്ടിട്ട് അതൊന്ന് ഇത്തിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാം, മൂപ്പിച്ചെടുക്കാം. പക്ഷേ ആ തേങ്ങ ഇട്ടിട്ട് ഇവന്മാർക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പ്രൈസൻ ഉച്ചയ്ക്ക് വന്നിട്ട് ചപ്പാത്തി ഇതുകൂടെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് കഴിച്ചു. അന്ന് ഞാൻ ഈ തേങ്ങ തന്നെ അരച്ച് ചേർത്തോണ്ടേ ഇവന്മാർ രണ്ടും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് കഴിച്ചില്ല. നമ്മൾ കൈ കൊണ്ട് ഞെക്കിയ കടല ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വരും, അതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ കടല വേവിച്ചതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ ഊറ്റി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കളയാനില്ല, നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചെറിയ തീയിൽ കുറച്ച് നേരം വേവിച്ചു. അപ്പോൾ ഇച്ചിരി കൂടെ വേവാനുള്ളത് കൊണ്ട് ഞാൻ ബാക്കി വെള്ളം കൂടെ അങ്ങ്
ഒഴിച്ച് കൊടുത്തിട്ട് അത് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ച്, എന്നിട്ട് ഞാൻ ഈ ഇങ്ങനെ പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യുന്നത് അതും കൊണ്ടൊന്ന് ഇച്ചിരി ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിലിട്ടിരുന്നേ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചൊരു ഇച്ചിരി ഒരു കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ കടലയുടെ ലാസ്റ്റ് സ്റ്റേജ് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. എൻ്റെ മറവിയുടെ കാര്യമൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ വൈറ്റ് പാസ്ത, ഇവിടെ ഞാൻ അങ്ങനെ വൈറ്റ് പാസ്ത ഉണ്ടാക്കാറില്ല, ഇവന്മാരിങ്ങനെ പറഞ്ഞ് വൈറ്റ് പാസ്ത ഉണ്ടാക്കി. ഞാൻ അവിടെ ചീസും കൊണ്ടുവച്ച്, മൊസറല്ല ചീസ് അല്ലായിരുന്നു, ഈ സ്ലൈസ് ചീസായിരുന്നു. എൻ്റെ പൊന്നോ, ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് അത് എനിക്കൊരു അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഒരു ശരിയായിട്ട് തോന്നിയില്ല. ഇവരെല്ലാം പോയി കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഞാൻ കൊണ്ടുവച്ച ആ ചീസ് അവിടെ തന്നെ ഇരിക്കുന്നുള്ളതെന്ന്. ചീസ് കൂടെ ഇട്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. അപ്പം ഞാൻ തൈരുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഉടച്ച് മോര് കാച്ചി. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പം കടുകൂടെ വറുത്തി ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ബീൻസ് അരിഞ്ഞ് വെച്ചായിരുന്നു. പിന്നെ ബീൻസ് തോരനൂടെ വയ്ക്കാം. ബീൻസ് ഇപ്പോഴല്ല അരിഞ്ഞത്, ഞാൻ ഇന്നലെ ബീൻസ് അരിഞ്ഞ് വെച്ചായിരുന്നു. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് ഇനി തേങ്ങയും കൂടെ ഇതാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ പോൾമോൻ അങ്ങ് കോളേജിൽ പോകുന്നത് കൊണ്ട് അവൻ ഓരോ ദിവസവും ഓരോ സമയത്താണ് വരുന്നത്. ചില ദിവസം 10 മണിക്കായിരിക്കും ക്ലാസ്, അന്നേരം 5 മണി, എന്തോന്നിനും ഇവിടെ വരുമ്പോൾ 6-6:30 ആവും. അപ്പം അതുകൊണ്ട് തുണി വിരിപ്പെല്ലാം ഇനിയിപ്പം ഞാൻ തന്നെ ചെയ്യേണ്ടി. അതുകൊണ്ട് ജോലി ഇത്തിരി കൂടും. ഈ തുണി വാഷിങ്ങിൽ കിടന്നങ്ങ് കഴുകിക്കോളും, പിന്നെ അത് വിരിപ്പും മടക്കുമാണ് നമുക്ക് വയ്യാത്തത്. ഇതിൻ്റെ അതാണ്ട് ഈ സ്പൂണിനൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനി ആവി കിടന്ന് വേവട്ടെ. അത് കഴിഞ്ഞ് ഇനി അപ്പോഴത്തേക്കിന് അത് വേകുമ്പോഴത്തേക്കിന് ഞാൻ തുണി വിരിക്കട്ടെ. അപ്പോൾ പ്രൈസം വന്നു കഴിഞ്ഞ് അവനൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് എന്തോന്നാലും ഇപ്പം ഞാൻ കുറച്ച് നേരം അവനെ കിടത്തും. ഇന്നാളിലും ഞാൻ പറയും അവനെ കിടത്താൻ പ്രയാസമാണ്. അന്നേരം അവൻ പറയും ഞാൻ അവിടെ ഹോളിൽ പോയി ഇരുന്ന് എനിക്ക് ഹോംവർക്ക് ഉണ്ടെങ്കിൽ അതെഴുതാൻ ഞാൻ പഠിക്കാം, എന്നിട്ട് പതുക്കെ മൊബൈൽ എടുത്തുകൊണ്ട് പോയിട്ട് ഗെയിം കളിക്കാനാണ്. പിന്നെ ചില സമയത്ത് ഞാൻ കൊണ്ട് എൻ്റെ പില്ലോടെ കീഴിൽ കൊണ്ടുവെക്കും. ഞാനും ഉറങ്ങത്തില്ല ഉച്ചയ്ക്ക്, അന്നേരം ഞാൻ ഇച്ചിരി മൊബൈലൊക്കെ ഒന്ന് നോക്കുന്നത്. അപ്പോൾ എൻ്റെ മൊബൈലിനൊരു പ്രശ്നമുണ്ട്. പലരും എനിക്ക് വാട്സപ്പ് കോൾ ചെയ്യുമ്പം ഞാനിപ്പം മൊബൈൽ ഓണാക്കി വെച്ചു. എൻ്റെ കയ്യിലിപ്പം ഞാൻ എന്തെങ്കിലും കാണുവാന്നേലോ, ഞാൻ വ്ളോഗ് എടുക്കാൻ വീഡിയോ എടുക്കത്തില്ലേ, ആ സമയത്തൊക്കെ എൻ്റെ മൊബൈൽ ഓണാണെങ്കിൽ ആരുടെ കോൾ വന്നാലും എനിക്ക് മനസ്സിലാവത്തുമില്ല, അതിലൊന്നും ഒട്ട് കാണത്തുമില്ല. പിന്നാണ് ഞാൻ അറിയുന്നത് അതിൽ മിസ് കോള്. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ തുണിവിരിപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നതിന് ശേഷം ഞാൻ എൻ്റെ ആഹാരമൊക്കെ കഴിച്ച് അത്ര നേരം അവൻ അവിടെ ഇരുന്ന് അവൻ്റെ ടൈം പാസ്സായിരുന്നു. അത് കഴിഞ്ഞ് അവനെയും പിടിച്ച് കയറ്റി കിടത്തി ഞാനും ഒന്ന് കിടന്നു. ഞാൻ പറഞ്ഞില്ല ഞാൻ ഉറങ്ങുന്നില്ല, ഉറങ്ങിയാൽ പിന്നെ അല്ലെങ്കിലും എനിക്ക് രാത്രി ഉറക്കമില്ല. ഇച്ചിരി കാണോ ഒന്ന് രാത്രി വൈകിട്ട് പിന്നെ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള ഇവിടുത്തെ അവസ്ഥ ഇതാണ്. പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടല്ലേ കിടന്നേ, മമ്മി ടെസ്റ്റാ വൈകിട്ട് പഠിക്കണമെന്ന്. എണ്ണീര് സമയമായി, ഇനി TVS2 പഠി പോയി. എണ്ണീര് വാടാ എടാ വാ. അയ്യോ എന്നാ പിച്ചെന്നേ, എടാ കൈ മുറിഞ്ഞിരിക്കുവാടാ. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.